ഞാനിപ്പോൾ ബംഗാളിലെ പൂർവ്വ ബർധമാൻ ജില്ലയിലുള്ള ക്രോസ്ബോ തടാകത്തിലാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് പോലെ ഇത് വളരെ ശാന്തമായ ഒരു സ്ഥലമാണ്. ധാരാളം പക്ഷി നിരീക്ഷണം നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണിത്. പ്രത്യേകിച്ച് ശൈത്യകാലത്ത് ഈ പ്രദേശത്ത് ധാരാളം ദേശാടന പക്ഷികൾ ഉണ്ടാകുമ്പോൾ. എന്നാൽ കഴിഞ്ഞ ഒരു മാസത്തോളമായി ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ബംഗാളിലെ രാഷ്ട്രീയം ഒട്ടും ശാന്തമല്ല. ഈ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ പ്രശ്നം സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ അല്ലെങ്കിൽ SIRനെ ചൊല്ലിയുള്ള ഈ വിവാദമാണെന്ന് തോന്നുന്നു. അതിലെ ഏറ്റവും പുതിയ വാർത്ത എന്തെന്നാൽ ബംഗാളിലെ വോട്ടർ പട്ടികകൾ ഇപ്പോൾ മരവിപ്പിച്ചിരിക്കുന്നു. അതായത് 23-ാം തീയതിയോ 29-ാം തീയതിയോ വോട്ട് ചെയ്യുന്ന ആളുകളുടെ ആ തിരഞ്ഞെടുപ്പ് പട്ടികകൾ ഇപ്പോൾ ലോക്ക് ചെയ്തിരിക്കുന്നു. ബംഗാളിലെ തീർപ്പ് കൽപ്പിക്കൽ പ്രക്രിയയ്ക്ക് ശേഷം പേരുകൾ അയോഗ്യമായി കണ്ടെത്തിയ ആ ആളുകളെയെല്ലാം ഇത് എവിടെ എത്തിക്കുന്നു എന്നത് മറ്റൊരു ചോദ്യമാണ്. അപ്പീലിനായി ഇപ്പോൾ ട്രൈബ്യൂണലുകൾക്ക് മുന്നിൽ പോകേണ്ട ഏകദേശം 27 ലക്ഷത്തോളം അത്തരം ആളുകളുണ്ട്. എന്നാൽ ഇതുവരെ ഈ ട്രൈബ്യൂണലുകൾ യഥാർത്ഥ അർത്ഥത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടില്ല. ഈ ആളുകൾക്ക് ഓൺലൈനായി അപ്പീലുകൾ ഫയൽ ചെയ്യാൻ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. അവരുടെ അപ്പീലുകൾ ഇതുവരെ കേട്ടിട്ടില്ല. ഇതിനർത്ഥം ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ഉറപ്പായും വോട്ട് ചെയ്യാൻ കഴിയില്ല എന്നാണ്. അവരുടെ അപ്പീലുകളിൽ തീരുമാനമായി കഴിഞ്ഞാൽ അത് അവർക്ക് അനുകൂലമായി തീരുമാനിക്കുകയാണെങ്കിൽ അപ്പോൾ മാത്രമേ അവരുടെ പേരുകൾ വോട്ടർ പട്ടികയിൽ പുനഃസ്ഥാപിക്കപ്പെടുകയുള്ളൂ. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ യഥാർത്ഥ സാഹചര്യം. രാഷ്ട്രീയം മറ്റൊരു കഥയാണ്. പ്രധാനമന്ത്രി ബംഗാളിൽ സജീവമായി പ്രചാരണം നടത്തുന്നുണ്ട്. ബംഗാളിലെ നുഴഞ്ഞുകയറ്റത്തിന് കാരണം തൃണമൂൽ കോൺഗ്രസ് ആണെന്നും അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ BJP സർക്കാർ അധികാരത്തിൽ വന്നാൽ ഈ നുഴഞ്ഞുകയറ്റത്തെ സഹായിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു എന്ന് അദ്ദേഹം പറയുന്നവർക്കെതിരെ അവർ നടപടിയെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. തൃണമൂൽ കോൺഗ്രസ് ഇത് തള്ളിക്കളയുകയും BJP ഭീതി പരത്തുകയാണെന്ന് പറയുകയും ചെയ്തു. തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ഒത്തുകളിച്ച് അവരെ വോട്ടവകാശത്തിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുന്നതിലൂടെ മമതാ ബാനർജിയുടെയും TMCയുടെയും പ്രധാന വോട്ട് ബാങ്കിനെ ഇല്ലാതാക്കുകയാണെന്നും BJPക്കെതിരെ അവർ ആരോപിച്ചു. ഈ രാഷ്ട്രീയം മുഴുവൻ വലിയ രീതിയിലാണ് അരങ്ങേറിയത്. എല്ലാ ദിവസവും ഈ കഥയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കേൾക്കുന്നുണ്ട്. ഇതിനെല്ലാം ഒരു മാനുഷികമായ വിലയുണ്ട്. ഡീകോഡർ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതും ആ കഥകളാണ്. ഈ മുഴുവൻ പ്രക്രിയയ്ക്കെതിരെയും അപ്പീൽ നൽകാൻ ശ്രമിക്കുന്ന ആയിരക്കണക്കിന് ആളുകളുള്ള ഈ വലിയ നിരകളെക്കുറിച്ച് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവരെല്ലാം ഞങ്ങൾക്ക് അവരുടെ രേഖകൾ കാണിക്കുകയും ഒരു യഥാർത്ഥ കാരണവുമില്ലാതെ പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെട്ട യഥാർത്ഥ വോട്ടർമാരാണ് തങ്ങളെന്ന് പറയുകയും ചെയ്യുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ തങ്ങൾക്ക് അർഹതയുണ്ടെന്ന് അവർ പറയുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് ഈ സമയം സംഭവിച്ചേക്കില്ല. പക്ഷേ ഈ സാഹചര്യം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്നോർത്ത് അവരെല്ലാം വേദനയിലാണ്. ഇപ്പോൾ വ്യക്തമായും തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനാൽ ഇവിടെ ഏറ്റവും വലിയ പങ്കാളിയായ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് വോട്ട് ചെയ്യാൻ യഥാർത്ഥ അവകാശമില്ലാത്ത ആരും ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നില്ലെന്ന് ഉറപ്പാക്കാൻ അവരാഗ്രഹിക്കുന്നുവെന്നും അതുകൊണ്ടാണ് ഈ മുഴുവൻ പ്രക്രിയയും നടക്കുന്നതെന്നുമാണ്. സംസ്ഥാനത്ത് വോട്ടിംഗ് പ്രക്രിയ ആരംഭിക്കുന്നതിന് മുമ്പ് അവരിത് പൂർത്തിയാക്കണമായിരുന്നോ എന്നതാണ് ചോദിക്കാവുന്ന ഒരു ചോദ്യം. അത് സംഭവിച്ചിട്ടില്ല. എന്നാൽ ഞാൻ റിപ്പോർട്ട് ചെയ്ത ഈ കഥകളെല്ലാം മധുവ ശക്തി കേന്ദ്രത്തിൽ നിന്നുള്ളതാണ്. ഞാൻ മാൾഡയിൽ പോയിട്ടുണ്ട്, ഞാൻ മുർഷിദാബാദിൽ പോയിട്ടുണ്ട്. അവയെല്ലാം ഡീകോഡർ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ലഭ്യമാണ്. അത് ഇൻസ്റ്റാഗ്രാം ആയാലും യൂട്യൂബ് ആയാലും ലിങ്ക്ഡിൻ, ഫേസ്ബുക്ക് ആയാലും. ഈ വിഷയം തിരഞ്ഞെടുപ്പിൽ എത്രത്തോളം വലിയ രീതിയിൽ അരങ്ങേറുന്നു എന്നതിനെക്കുറിച്ച് ഒരു ധാരണ ലഭിക്കുന്നതിന് ദയവായി പോയി ഈ കഥകൾ പരിശോധിക്കുക.